കാഞ്ഞങ്ങാട് ഷവർമ കഴിച്ച 15ഓളം കുട്ടികളെ അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പള്ളിക്കര പൂച്ചക്കാട്ടെ ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ഷവർമ കഴിച്ച കുട്ടികൾക്കാണ് ഛർദിയും അസ്വസ്ഥതയും ഉണ്ടായത്. നബിദിനാഘോഷ പരിപാടിയുടെ ഭാഗമായി നൽകിയ ഷവർമ കഴിച്ച കുട്ടികൾക്കാണ് ചികിത്സ തേടേണ്ടി വന്നത് എന്നാണ് പരാതി. പൂച്ചക്കാട് പ്രദേശം എന്ന സ്ഥലത്ത് ഒരു ഹോട്ടലുണ്ട്, ബോംബെ ഹോട്ടൽ എന്ന് അതിൻ്റെ പേര്. അപ്പോൾ ഇന്നലെ നമ്മുടെ അടുത്ത കുട്ടികൾ നബിദിന പരിപാടി എല്ലാം ഉണ്ടായതുകൊണ്ട് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകാത്തതുകൊണ്ട് അവിടെ നിന്ന് ഒരു 15 ഷവർമ കൊണ്ടുവന്നു. അത് കഴിച്ച പിന്നെ അവർക്ക് ഛർദിയും വയറുവേദനയും തലവേദനയും എല്ലാം ഉണ്ടായി. അങ്ങനെ ഞങ്ങളപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് പോലീസ് വന്നിട്ട് നോക്കുമ്പോൾ അത് പഴകിയ ഒരു സാധനമാണ്. എല്ലാവർക്കും അവിടെ കൂടിയ ആൾക്കെല്ലാം അറിയാതെ ഒരു 5-6 ദിവസം പഴക്കമുള്ള സാധനമുള്ളത്. പോലീസുകാരും അതിൻ്റെ സ്മെല്ല് ഇതെല്ലാം കണ്ട് പറഞ്ഞിട്ടായിട്ട് അതിൻ്റെ ആ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പഴകിയ സാധനം എന്നുള്ളത്. അതുകൂടാണ്ട് അവർ തന്നെ ഹോട്ടൽ തന്നെ പറഞ്ഞ് അത് പഴകിയത് 4-5 ദിവസത്തെ ആയിപ്പോയി, സോറി എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ഇവിടെ വന്ന് അഡ്മിറ്റാക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇന്നും കൂടി നോക്കിയിട്ട് കൂടുതൽ വിവരങ്ങൾ പറയാൻ പറ്റും, ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിടോ. ഷഫീഖ് നസ്രുള്ള വിവരങ്ങളുമായി ചേരുന്നു. ഷഫീഖ്, എന്താണ് ഉണ്ടായത്? കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ 4 കുട്ടികളാണ് ചികിത്സയിൽ ഉള്ളത്. മറ്റ് കുട്ടികളെ ഇന്നലെ രാത്രി തന്നെ പ്രാഥമിക ചികിത്സ നൽകി അവരുടെ വീടുകളിലേക്ക് പറഞ്ഞയച്ചിരുന്നു. ഇന്നലെയാണ് പൂച്ചക്കാട് പള്ളിയിൽ നബിദിന പരിപാടി നടന്നിരുന്നത്. നബിദിന പരിപാടിയിൽ പൂച്ചക്കാട് പള്ളിയിൽ തന്നെ പ്രത്യേക ഭക്ഷണം തയ്യാറാക്കിയിരുന്നു. അത് തികയാതെ വന്ന കുട്ടികൾക്കാണ് തൊട്ടടുത്തുള്ള ബോംബെ ഹോട്ടലിൽ നിന്ന് ഷവർമ വാങ്ങി നൽകിയത്. ഈ ഷവർമ കഴിച്ച കുട്ടികൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അവിടെ നിന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ച് ഈ മുംബൈ ഹോട്ടലിലേക്ക് പോലീസ് പരിശോധന നടത്തിയിരുന്നു. ബോംബെ ഹോട്ടലിന്റെ ഉടമ തന്നെ ഇത് 4 ദിവസത്തോളം പഴക്കമുള്ള ഷവർമയാണ് എന്ന് സമ്മതിച്ചതായി ആണ് ഇപ്പോൾ വാർഡ് മെമ്പർ നമ്മളോട് സൂചിപ്പിച്ചത്. പഴക്കമുള്ള ഭക്ഷണമാണ് നൽകിയത്. ഈ 4 കുട്ടികൾ വൈകുന്നേരം വരെ നിരീക്ഷണത്തിലാണുള്ളത്. അതിനുശേഷം എന്നാണ് നമുക്ക് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം. ഇപ്പോൾ ആരോഗ്യവകുപ്പും ഇതിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്, അവർ പരിശോധിക്കുന്നുണ്ട്. ഈ ഹോട്ടലിൽ ഇതിനു മുൻപും പഴകിയ ഭക്ഷണങ്ങൾ വിതരണം ചെയ്തിരുന്നതായാണ് നാട്ടുകാർ പറയുന്നു. 4 ദിവസത്തിലധികം പഴക്കമുള്ള ഷവർമയാണ് ഈ ദിവസങ്ങളോളം സൂക്ഷിച്ചു വെച്ചതിന് ശേഷം പിന്നീട് ദിവസവും ഇങ്ങനെ ഷവർമ നൽകുന്നത് എന്ന ഒരു പരാതിയുണ്ട്. ഈ ഷവർമ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ, പഴകിയ ഭക്ഷണ സാധനങ്ങൾ പരിശോധിക്കുന്നതിനുള്ള നടപടി ശക്തമല്ലാത്തത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. അജീബ്. ശരി ഷഫീഖ്.